ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇപ്പം എവിടെയും യുവത്വത്തിന്റെ തിളപ്പുകളാണ് നമുക്ക് കാണുവാൻ ഇഷ്ടമുള്ളതും കാണുവാൻ സാധിക്കുന്നതും. കഴിഞ്ഞ ദിവസം സിനിമാ നടൻ സലിം കുമാറിന്റെ ഒരു ഇന്റർവ്യൂവില് അദ്ദേഹം പറഞ്ഞ ചിന്തനീയമായ ഒരു കാര്യമുണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ പുതിയ തലമുറ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഞങ്ങളുടെ തലമുറയിലുള്ളവരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പഴയ തലമുറകൾ. അതിൻ്റെ നല്ല കാര്യങ്ങൾ മുഴുവനും ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്നു. എന്നിട്ടും പഴയ തലമുറയെ കുറ്റം പറയുകയും അവഹേളിക്കുകയും അവരെ ഒന്നുമില്ലാത്തവരാക്കി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. യുവാക്കൾ ശക്തിയറ്റു വീണേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവര് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്നാണ് വചനം പറയുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവരോളം ശക്തിയുള്ളവര് ആരുമില്ല ഈ ലോകത്ത്. ജീവിതത്തിന്റെ താളം തെറ്റി തകർന്നു പോകുമ്പോൾ, ഭയം ഒരു രോഗമായി മനുഷ്യനെ കാർന്നു തിന്നുമ്പോൾ, ദൈവത്തിലുള്ള ആശ്രയത്വവും വിശ്വാസവുമാണ് നമ്മെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നത്. ഈശോയുടെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നാഥ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളില്, ഞങ്ങളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളില്, കുടുംബങ്ങളില്, ചുറ്റുപാടുകളില്, കൂട്ടുകാരിൽ, ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള വീടുകളിലൊക്കെ ഭയം കൊടുമ്പിരി കൊണ്ട് വാഴുമ്പോൾ, രോഗമായും തളർച്ചയായും അസ്വസ്ഥതയുമായും ഒക്കെ ഈ ഭയവും നെഗറ്റീവ് എനർജിയും ഒക്കെ നൃത്തമാടുമ്പോൾ, യുവാക്കൾ പോലും തളർന്നു വീഴുന്നത് ഞങ്ങൾ കാണുമ്പോൾ, ചെറുപ്പക്കാര് ശക്തിയേറ്റ് കൂനിക്കൂടിയിരിക്കുന്ന ഡിപ്രഷൻ പേഷ്യൻസ് ആയി മാറുന്നത് കാണുമ്പോൾ, നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച, അങ്ങയുടെ വാത്സല്യം കൊണ്ട് ഞങ്ങളെ പ്രബുദ്ധരാക്കിയ ധൈര്യവും ശക്തിയും വിശ്വാസവുമെല്ലാം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട് നാഥ. ഈ നിമിഷം ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നെഗറ്റീവ് എനർജി കൊണ്ട് അല്ലെങ്കിൽ പൈശാചിക ശക്തി കൊണ്ട് വേദനിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ അവിടുത്തെ തിരുമുൻപിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നും ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന നല്ല ഈശോയെ, ഈ ചുറ്റുപാടുകളിലുള്ള എല്ലാ തിന്മയുടെ ശക്തിയെയും അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. ഈ ദിവസം മുഴുവനും അങ്ങയുടെ ശക്തിയുടെ കരം പിടിച്ച് നടക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന്റെ കരുതലിൽ ജീവിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. നല്ല നാഥ, രോഗം മൂലവും നെഗറ്റീവ് എനർജിയുടെ ആവാസം മൂലവും തിന്മയുടെ ശക്തിയുടെ ആക്രമണം മൂലവും വേദനിക്കുന്ന, വിഷമിക്കുന്ന, അസ്വസ്ഥരാകുന്ന എല്ലാ മനുഷ്യരെയും അങ്ങയുടെ തിരുച്ചോരയാൽ ശുദ്ധീകരിച്ച് അങ്ങയുടെ തിരുക്കരത്താൽ ആശീർവദിച്ച് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.